بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا لمن الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികൾ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും വസിയത്ത് ചെയ്യുക. നിഷ്കളങ്കവും ശുദ്ധവും അചഞ്ചലവുമായ വിശ്വാസമാണ് വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വിശ്വാസങ്ങളാണ് അല്ലാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും. ഈ രണ്ട് വിശ്വാസങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പഠന വിധേയമാക്കിയാൽ ഈയൊരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചതിന് ശേഷം 13 വർഷക്കാലമാണ് മക്കയിൽ പ്രവാചകൻ പ്രബോധനം ചെയ്തത്. ഈ 13 വർഷക്കാലം പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത് ഏകനായ അല്ലാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്, അവനോട് മാത്രമായിരിക്കണം സഹായം അർത്ഥിക്കേണ്ടത് തുടങ്ങിയ
അല്ലാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഈ ഒരു വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരാവർത്തി അർത്ഥസഹിതം വായിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യവും ഈ ഖുർആനിലെ ബഹുഭൂരിഭാഗം ആയത്തുകളും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രമാത്രം ഗൗരവമായി പ്രതിപാദിച്ചിട്ടുള്ളത് എന്നതും പ്രവാചകന്റെ ജീവിതത്തിലെ സിംഹഭാഗവും ഈ ഒരു പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി എന്തിനാണ് നീക്കിവെച്ചിട്ടുള്ളത് എന്നത് പ്രവാചകന്റെ അനുയായികൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാത്രമേ ഈ വിഷയത്തിന്റെ പ്രാധാന്യവും ഈ വിഷയത്തിന്റെ ഗൗരവവും നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. പ്രധാനമായും ഈ ലോകത്തും നാളെ പരലോകത്തും വിജയത്തിന്റെ നിദാനമാണ് ഈ രണ്ട് വിശ്വാസങ്ങൾ. നാളെ പാരത്രിക ലോകത്ത് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്ന് ഈ വിശ്വാസത്തിലുള്ള ഉറച്ച തീരുമാനങ്ങളും ഈ വിശ്വാസത്തിൽ കലർപ്പില്ലാത്ത വിശ്വാസവുമാണ് നാളെ പാരത്രിക ലോകത്ത് സ്വർഗം ലഭിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. അതോടൊപ്പം ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുനിയാവിൽ നാം ജീവിക്കുന്നതെങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ ദുനിയാവിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു വിശ്വാസമാണിത്. നമ്മുടെ മനസ്സിന് ആശ്വാസവും സ്ഥൈര്യവും ധൈര്യവും നൽകുന്ന ഒരു വിശ്വാസമാണിത്. അങ്ങനെ ഈ വിശ്വാസത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തൗഹീദിന്റെ രംഗത്ത് അക്ഷീണം പ്രവർത്തിച്ച ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രബോധന രംഗത്ത് ആ പ്രവാചകനെ സഹായിക്കാൻ വലിയ ആളുകളുണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി അവരിൽ അടിയുറച്ചിരിക്കുന്ന ഈ വിശ്വാസത്തെ പിഴുതെറിയുന്ന രൂപത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സധൈര്യം പോരാടാൻ ഉള്ള ആവേശം നൽകിയത് ഈ ഒരു വിശ്വാസമായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സത്യം സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി
തുറന്നു പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. അദ്ദേഹത്തിന്റെ ജനതയോട് ഈ ഒരു സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ പോലും ധൈര്യസമേതം ഈ ഒരു സത്യം തുറന്നു പറയാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രചോദനമായിരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൂറത്തുൽ അൻഫാലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ജനത വാദം പ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ച ഒരു ചോദ്യം, കൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ എങ്ങനെയാണ് ഞാൻ ഭയപ്പെടുക? വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാ, നിങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ ആ കാര്യത്തിൽ യാതൊരു പേടിയും നിങ്ങൾക്കില്ല. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ ആരാധിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ പക്കൽ പ്രമാണങ്ങളില്ല, രേഖകളില്ല, തെളിവുകളില്ല. എന്നിട്ടാണ് നിങ്ങൾ അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് യാതൊരു ഭയവും നിങ്ങൾക്കില്ല എന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, ഈ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിനാണ് നിർഭയത്വം ലഭിക്കാൻ ഏറ്റവും അവകാശപ്പെട്ട ആളുകളാരാണ്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണോ, അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ ആരാധിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ നിർഭയത്വത്തിന്റെ ആളുകളായി മാറുക? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, ലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ അക്രമം കലർന്നിട്ടില്ല. ഉലൈക ലഹുമുൽ അംന, അക്കൂട്ടർക്കാണ് നിർഭയത്വമുള്ളത്. ഭയമില്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഉൽമ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികളായ ആളുകൾ. സന്മാർഗം ലഭിച്ചിരിക്കുന്ന ആളുകളും അവർ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറഞ്ഞു. സ്വാഭാവികമായും ഈ ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തിൽ സ്വഹാബികളായ ആളുകൾക്ക് പോലും വല്ലാത്ത ഒരു ഭയം. അവര് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, സ്വന്തം ജീവിതത്തോട് അക്രമം പ്രവർത്തിക്കാത്ത ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക? അല്ലാഹു ഖുർആനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ഈമാനിന്റെ കൂടെ ഉൽമ കൂട്ടിക്കലർത്താത്ത ആളുകൾ. അപ്പൊ ഉൽമ ചെയ്യാത്ത ആരാണ് പ്രവാചകരെ സഹാബികളായ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്ന സംശയം പ്രവാചകനോട് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉൽമ, അക്രമം എന്താണ്, വലിയ അക്രമം എന്താണ് എന്ന് പ്രവാചകൻ ലുക്മാനുൽ ഹക്കീം സ്വന്തം മകനെ ഉപദേശിച്ച കുറെ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപദേശമായിട്ട് പറഞ്ഞു, ഇന്ന ശിർക ലളുൽമുൻ അലീം, ശിർക്കാണ് വലിയ ഉൽമ, വലിയ അക്രമം ശിർക്കാണ്.
എന്ന് ലുക്മാനുൽ ഹക്കീം സ്വന്തം മകനെ ഉപദേശിച്ച കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ദുൽമ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ ആയത്ത് വളരെ കൃത്യമാണ്. വിശ്വാസമുണ്ടാകണം നമുക്ക്. ആ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൽ ശിർക്ക്പരമായ കലർപ്പ് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസത്തിൽ ശിർക്കിന്റെ കലർപ്പുണ്ടായാൽ ഈ ദുനിയാവിൽ നിർഭയത്വത്തോടുകൂടി അത്തരം ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. നിശ്ചയദാർഢ്യമുണ്ടാവില്ല, ധൈര്യമുണ്ടാവില്ല, തന്റേടമുണ്ടാവില്ല. ധൈര്യസമേതം ഒരു കാര്യം ഉറക്കെ പറയാൻ കഴിയില്ല. അതൊക്കെ കഴിയുന്ന ആളുകൾ ഈ വിശ്വാസമുള്ള ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹ് കഅന്നമാ ഖറ മിനസ് സമാ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുകാരെ ചേർത്താൽ കഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഒരു പിടിവള്ളി അവനുണ്ടാവില്ല. എവിടേക്കാണ് അവൻ പതിക്കുക എന്ന് അവൻ അറിയില്ല. ഒരു കാറ്റ് അവനെ എവിടേക്കാണോ തെളിച്ചു കൊണ്ടുപോകുന്നത്, ആ കാറ്റിനനുസരിച്ചായിരിക്കും ആകാശത്തുനിന്ന് വീണുപോകുന്ന ഒരുവന്റെ ഉപമ അതുപോലെയാണ് അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന ആളുകൾ എന്നാണ് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഈ പറയപ്പെട്ട രൂപത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അത് അറിവിന്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അറിവിന്റെയും ബുദ്ധിയുടെയും പ്രമാണങ്ങളുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ഈ രണ്ടിന്റേതല്ലാത്ത വിശ്വാസമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അന്ധവിശ്വാസം എന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അന്യമായ ഒന്നാണ്. അന്ധവിശ്വാസം, അന്ധമായിട്ട് വിശ്വസിക്കുക, അന്ധമായി അനുകരിക്കുക, അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഒരു കാര്യം വിശ്വസിക്കേണ്ടത്, ഇസ്ലാമിൽ ഒരു കാര്യം അംഗീകരിക്കേണ്ടത്, ഇസ്ലാമിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, അതിന് പ്രമാണമുണ്ടോ, ആധികാരികതയുണ്ടോ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ, ഈ രണ്ടെണ്ണമാണ് സംശയാതീതമായ അറിവ് എന്ന് പറയുന്നത്. അപ്പൊ അറിവുണ്ടാകണമെന്ന് നാം പറഞ്ഞു. ഏത് രൂപത്തിലുള്ള അറിവാണ് ഉണ്ടാകേണ്ടത്? പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അറിവ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ചുള്ള അറിവ്. ഈ രണ്ടറിവാണ് സംശയാതീതമായ അറിവ്. ബാക്കിയൊക്കെ സംശയമുള്ള അറിവാണ്. ബാക്കിയൊക്കെ അന്ധമായ വിശ്വാസമാണ്. അന്ധമായി വിശ്വസിക്കണം എന്ന് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. അല്ലാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അല്ലാഹുവിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? ഖുർആൻ പറഞ്ഞു, ഫഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് ഇൽമുണ്ടാകണം. അതല്ലാതെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കണം എന്നല്ല അല്ലാഹു പറഞ്ഞത്, അന്ധമായി അനുകരിക്കണം എന്നുമല്ല അല്ലാഹു പറഞ്ഞത്. മറിച്ച് ഫഅലം, നിങ്ങൾക്ക് ഇൽമുണ്ടാകണം, അറിവുണ്ടാകണം. എങ്ങനെയാണ് അറിവുണ്ടാവുക? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ, ആ രണ്ട് കാര്യങ്ങളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കറിവുണ്ടെങ്കിൽ ആ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന ആ ഒരു അറിവ്, ആ ഒരു അറപ്പ് ഈ ഒരു വിശ്വാസത്തിലൂടെയും ഈ ഒരു അറിവിലൂടെയായിരിക്കണം നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ
വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയൊരു തകരാറ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളെ അന്ധമായി അനുകരിക്കുക. ഒരു പണ്ഡിതനെയും അന്ധമായി അനുകരിക്കാൻ പാടില്ല, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും. നമ്മൾ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അന്ധവിശ്വാസമാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകൾ, എത്ര മുസ്ലിം സഹോദരിമാരും സഹോദരങ്ങളുമാണ് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ബലി കൊടുക്കേണ്ടി വന്നത്. നമ്മൾ പത്രങ്ങൾ വായിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ ജീവനോടുകൂടി അടിച്ചിട്ടാണ് ആളുകളെ കൊല്ലുന്നത്. അന്ധവിശ്വാസമാണിത്. ഇത് അന്ധവിശ്വാസമാണ് എന്നുറക്കെ പറയാൻ പണ്ഡിതന്മാരായ ആളുകൾ മെനക്കെടുന്നില്ല. സാധാരണക്കാരായ ആളുകൾ ഈ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിക്കാനും തയ്യാറാകുന്നില്ല. അന്ധമായ പണ്ഡിതന്മാരെ നമ്മൾ അനുകരിക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, പണ്ഡിതന്മാർ നമ്മളിൽ നിന്ന് അകന്നു പോകും. നിങ്ങളെ സഹായിക്കാൻ പണ്ഡിതന്മാരുണ്ടാവില്ല. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരവും നിങ്ങളുടെ അനുഷ്ഠാനവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഖുർആൻ അതുകൊണ്ടാണ് വളരെ നേരത്തെ പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസൂല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ഹൃദയം, ഇത് നാളെ അല്ലാഹു നിങ്ങളോട് ചോദിക്കും. പടച്ചോനെ, ഞാനൊന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയത്. ഇന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞാൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. കാരണം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആ ഒരു അനുഗ്രഹം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ ബഹുഭൂരിഭാഗം ആയത്തുകളും സാധാരണക്കാരനായ ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമാണ്. കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഗഹനമായ ചിന്തയും ഗഹനമായ ആലോചനയും ഗഹനമായ ബുദ്ധിയൊക്കെ വേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് യസ്സർനൽ ഖുർആൻ, വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ലിസിക്ർ, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടി. എന്നിട്ട് അല്ലാഹു ഫഅൽ മിൻ മുദ്ദക്കിർ, ആരുണ്ടിതൊന്ന് ചിന്തിച്ചു പഠിക്കാൻ, ആരുണ്ടിതൊന്ന് ആലോചിച്ചു മനസ്സിലാക്കാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ 4 പ്രാവശ്യം 4 ചരിത്രങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഏതൊരു വിഷയവും ആര് പറയുന്നു എന്നുള്ളതല്ല, പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണോ, തെളിവിന്റെ വെളിച്ചത്തിലാണോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഹദീസുകളുടെ വെളിച്ചത്തിലാണെങ്കിൽ ആ വിഷയം നമുക്ക് ഉൾക്കൊള്ളാം. അത് ആര് പറഞ്ഞതാണെങ്കിലും, ഏത് പണ്ഡിതൻ പറഞ്ഞതാണെങ്കിലും, പണ്ഡിതനല്ല നമ്മൾ നോക്കേണ്ടത്, പ്രമാണങ്ങളെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഉള്ള ഓരോരോ കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, അറിവിന്റെ വെളിച്ചത്തിൽ, ബുദ്ധിയുടെ വെളിച്ചത്തിൽ ആ കാര്യങ്ങളെ കുറിച്ച് വിചിന്തനം നമ്മൾ നടത്തണം. അതിൽപ്പെട്ട ഒന്നാണ് ഗൈബിയായ കാര്യം. അത് അല്ലാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മറഞ്ഞ ഒരു കാര്യം, അഭൗതികമായ ഒരു കാര്യം, അദൃശ്യപരമായ ഒരു കാര്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കാര്യം, അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ
നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പലതും നഷ്ടപ്പെടുമ്പം, പല കാര്യങ്ങളും കാണാതായാൽ പണ്ഡിതന്മാരെ സമീപിക്കുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, അവർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? മറഞ്ഞ ഒരു കാര്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കാര്യം അവർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അള്ളാഹുവിന്റെ സിഫാത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് ഗൈബിയായ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ഗൈബിയായ ഒരു കാര്യത്തിന് വേണ്ടി ഇത്തരം പണ്ഡിതന്മാരെ സമീപിച്ചാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുക. അങ്ങനെ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതോടുകൂടി ദുനിയാവും നഷ്ടപ്പെടും, നാളെ പാരത്രിക ലോകവും നമുക്ക് നഷ്ടപ്പെടുന്ന ആളുകളിലാണ് നമ്മൾ ഉൾപ്പെട്ടു പോവുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, ആലിമുൽ ഗൈബി വശഹാദ. അല്ലാഹുവിന്റെ സിഫാത്താണിത്. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. നിങ്ങൾ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. ഗൈബിയായ കാര്യം അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകൾ അറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് പോയത്തത്തിന്റെ വിശ്വാസമാണ്, അത് പ്രമാണങ്ങൾക്ക് പിൻബലമില്ലാത്ത വിശ്വാസമാണ്. അപ്പൊ ഇങ്ങനെ ഏത് കാര്യങ്ങള് പറയുമ്പോഴും എന്താണ് അതിന്റെ തെളിവ്? പണ്ഡിതന്മാരായ ആളുകൾ, പുരോഹിതന്മാരായ ആളുകൾ അവർക്ക് അദൃശ്യപരമായ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നുവെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസ് ആ വിഷയകമായിട്ട് പറയണം. അതിന് നേരെ എതിരായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ. സൂറത്ത് നംലിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ, പറയുക പ്രവാചകരെ, ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളിൽ ഉള്ളവർ, അൽ ഗൈബ, അദൃശ്യം, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. എത്ര കൃത്യമാണ് ഖുർആനിലെ എല്ലാ ആയത്തുകളും, എത്ര വ്യക്തമാണത്. ഏത് സാധാരണക്കാരനും അറബി ഭാഷ അറിയില്ല എങ്കിലും തഫ്സീർ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ, ഖുൽ, പറയുക, ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളിൽ ഉള്ളവർ, അൽ ഗൈബ, അദൃശ്യ കാര്യങ്ങൾ, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. പ്രവാചകന്മാർക്ക് പോലും അദൃശ്യപരമായ കാര്യം അറിയില്ല. അല്ലാഹു പറഞ്ഞു കൊടുത്താലല്ലാതെ, അല്ലാഹു വഹയിലൂടെ പ്രവാചകന്മാർക്ക് ഗൈബിയായ കാര്യം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഗൈബിയായ കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് പോലും അറിയുകയുള്ളൂ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർക്കറിയില്ല. ഇപ്പൊ ഗൈബിയായ വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ അറിവ്, അതിന്റെ പ്രമാണം, ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഒരാൾക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം വരുത്തി വെക്കാനോ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. നമുക്ക് അഭൗതികമായി, അദൃശ്യമായി, നേർക്കുനേരെയല്ല, നേർക്കുനേരെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾക്ക് സഹായം ചെയ്യാൻ കഴിയും. നേർക്കുനേരെ നമ്മൾ ഉപദ്രവിക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് സാധിച്ചു എന്ന് വരാം. പക്ഷെ അദൃശ്യമായ രൂപത്തിൽ, അഭൗതികമായ രൂപത്തിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമുക്കേതെങ്കിലും ഒരാൾക്ക് നമുക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ആർക്കും സാധിക്കുകയില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്, യഥാർത്ഥ വിശ്വാസമാണ്, സത്യവിശ്വാസമാണ്. ഇതാണ് സത്യവിശ്വാസം. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാഹുവിന് പുറമെ മറ്റു പല ആളുകൾക്കും മറ്റു പല വിധേയനെയും നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാക്കാനും ഉപദ്രവമുണ്ടാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. അത് അന്ധവിശ്വാസമാണ്. കാരണം ആ വിശ്വാസത്തിന് പ്രമാണങ്ങളില്ല, ആ വിശ്വാസത്തിന് രേഖയില്ല, ആ വിശ്വാസത്തിന് തെളിവില്ല. പിന്നെ ഏതിനാണ് തെളിവ്? അല്ലാഹുവിന് മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ
അഭൗതികമായിട്ട് നമുക്കെന്തെങ്കിലും ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ പറഞ്ഞു, ഖുൽ, പറയുക പ്രവാചകരെ, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വിളിക്കുക. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, അവർക്കാർക്കും നിങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ദുരിതം അകറ്റിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല. നിങ്ങളിലേക്ക് വരുന്ന ഒരു ദുരിതം, നിങ്ങളിലേക്ക് വരുന്ന ഒരു ഉപദ്രവം, നിങ്ങളിലേക്ക് വരുന്ന ഒരു അപകടം, അത് മാറ്റിക്കാൻ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരാധ്യനും സാധിക്കുകയില്ല. ആ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വലാ തഹ്വീല, അതിനെ തിരിച്ചുവിടാനും കഴിയില്ല. അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഒരു ഉപകാരം വന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു ഉപദ്രവം വന്നു, എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും, പണ്ഡിതന്മാരും എല്ലാ ആളുകളും ശ്രമിച്ചാലും അതിനെ തടുക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. ഇതിന് വിശദീകരണമായിട്ട് സൂറത്ത് യൂനുസിൽ അള്ളാഹു പറഞ്ഞ 1-2 ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. വലാ തദ്ഉ മിൻ ദൂനില്ല, അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരെയും ആരാധിക്കാൻ പാടില്ല. മാലാ യൻഫഉക, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ, വലാ യദുറുക, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കാത്ത ആളുകളെയും, ഫഇൻ ഫഅൽത, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, അവർ അക്രമികളായ ആളുകളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ, അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അവനല്ലാതെ, അള്ളാഹുവിനല്ലാതെ അതിനെ തടുക്കാൻ കഴിയില്ല. വഇൻ യുരിദുക ബിഖൈരിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈറ് അവൻ ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ആ ഔദാര്യത്തെ തടുക്കാനും നിങ്ങളിൽ ഒരാളെ കൊണ്ട് സാധിക്കില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവന്റെ അടിമകളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ആയത്ത് വളരെ കൃത്യമാണിത്. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ ഉപകാരമുണ്ടാക്കാൻ കഴിയൂ, നമുക്ക് ഉപദ്രവം വരുത്തിവെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമായി, വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസം, ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഈ വിശ്വാസം ആയിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ വിശ്വാസം എന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ അറിവ്. ആ 2 അറിവിന്റെ സ്രോതസ്സുകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വിശ്വാസങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ രൂപത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ നിർത്തുകയാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ബിംബങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. തഫ്സീറുകളിൽ വളരെ വിശദമായിട്ട് പല മുഫസ്സിരീങ്ങളും വിശദീകരിച്ചിട്ടുള്ളത് കൽ മലായിക, മലക്കുകളോട്. ചില ആളുകൾ മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ചില ആളുകൾ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വൽ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം, അതും അതിൽ വരും. ഉസൈറും വരും. ഈ പറയപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാർ, മലായിക്കങ്ങൾ, അവരൊക്കെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ന ഗണത്തിൽ ഉൾപ്പെടും എന്നാണ്
മുഫസ്സിരീങ്ങളായ ആളുകളൊക്കെ അതിന് വിശദീകരണം നൽകിയിരിക്കുന്നു. അതല്ലാതെ ഏതെങ്കിലും ബിംബങ്ങളെ മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയും ഈ ആയത്തിനെ വിശദീകരിക്കാറുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് മുഫസ്സിരീങ്ങളായ ആളുകൾ ഇതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാ ആളുകളും നമുക്കൊക്കെ അല്ലാഹു നൽകിയിരിക്കുന്ന ബുദ്ധി നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചും വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അവന്റെ മഹത്തായ ഫضലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അല്ലാഹു ഇല്ലായ്മ ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് പടച്ച തമ്പുരാൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب